കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി നിർണായകമാകും എന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ. എന്നാൽ ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് സഹായകമായി. ഈ വിധിപ്രസ്താവം പുറത്തുവരുമ്പോഴാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഓരോരുത്തരും പറഞ്ഞ മൊഴികൾ എന്തായിരുന്നു, ആ മൊഴികളിലെ വൈരുദ്ധ്യം എന്തായിരുന്നു, ആ വൈരുദ്ധ്യം എങ്ങനെയൊക്കെയാണ് പ്രതികളെ ശിക്ഷിക്കുന്നതിലും മോചിതരാക്കുന്നതിലും നിർണായകമായത്. അതിലൊക്കെ ഉപരിയായി മഞ്ജു വാര്യരും ദിലീപും വേർപിരിയാനുള്ള പ്രധാന കാരണം എന്താണ്? ആ ഒരു ഘട്ടത്തിലേക്ക്, അതായത് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതിൽ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ? ഇതൊക്കെ ഓരോ മലയാളികളും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും ഒടുവിലിതാ മഞ്ജു വാര്യരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മഞ്ജു വാര്യരുടെ മൊഴി? ആ മൊഴിയിലെ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്? ആദ്യം മുതൽക്കേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനാവാദം മുന്നോട്ട് വെച്ചത് നടി മഞ്ജു വാര്യർ ആണ്. അവിടെ നിന്നാണ് ഈ കേസിന്റെ ഗതി മാറുന്നതും ഈ ഗൂഢാലോചനാവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ടു പോവുകയും മറ്റും ചെയ്തത്. മഞ്ജു വാര്യറും ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയായ സാഹചര്യം, അതിൽ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ചത് ഈ നടിയാണ്, അതായത് അതിജീവിതയായ ഈ നടിയാണ് എന്ന വാദമാണ് പിന്നീട് ഉടനീളം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. ദിലീപും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതിജീവിതയായ ഈ നടി കാരണമാണ് തൻ്റെ ദാമ്പത്യ ജീവിതം തകരുന്നത് എന്നും വലിയ പ്രശ്നങ്ങൾക്കൊടുവിൽ വിവാഹമോചനം നേടേണ്ടി വന്നതെന്നും അതുവരെ ജനപ്രിയ നടനെന്നറിയപ്പെടുന്ന തൻ്റെ ഇമേജിന് വലിയ കളങ്കം ഏൽക്കേണ്ടി വന്നതെന്നും സമൂഹത്തിന് മുമ്പിൽ നാണം കെടേണ്ടി വന്നതെന്നും ഈ നടി കാരണമാണെന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു. ആ കാര്യങ്ങൾ തന്നെ പലരോടും പറഞ്ഞതായും തെളിയിക്കപ്പെട്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ടും പിന്നീട് ദിലീപ് ഈ നടിയോടുള്ള വലിയ വൈരാഗ്യത്തെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെയെല്ലാം ആധാരമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് മഞ്ജുവിൻ്റെ മൊഴി തന്നെയായിരുന്നു. 1998 10-ാം മാസമാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2015 1-ാം മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ടു തന്നെയാണ് ഒരു മ്യൂച്വൽ പെറ്റീഷനിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിച്ചത്. വിവാഹമോചനത്തിൻ്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു. ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജി ആയിരുന്നു അത്. പിന്നീട് മ്യൂച്വലായി അത് ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജു വാര്യരുടെ ഇടപെടലാണ്. മഞ്ജു വാര്യർ ദിലീപിനെതിരെ ആരോപിച്ചിരുന്ന ഒരു ആരോപണം കാവ്യയുമായിട്ടുള്ള ബന്ധമായിരുന്നു. ദിലീപും കാവ്യയുമായിട്ടുള്ള ബന്ധം തെളിയിക്കാൻ, ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മഞ്ജു വാര്യർ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നു തന്നെയാണ് അഡ്വക്കേറ്റ് രാമൻ പിള്ള, ദിലീപിന്റെ അഭിഭാഷകൻ, മുന്നോട്ട് വെച്ചത്. കോടതിയിൽ ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഭിഭാഷകരെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആക്കാമെന്ന് ആവശ്യപ്പെട്ടത് മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അത് തൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, മീനാക്ഷി എന്ന തങ്ങളുടെ മകളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. കോടതിയിൽ കയറിയിറങ്ങി തൻ്റെ ഭർത്താവിൻ്റെ കുൽസിതവും അവിഹിത കഥയും ചർച്ച ചെയ്യപ്പെടാനോ അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം വാങ്ങി സംതൃപ്തിയടയാനോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതായിരുന്നു സത്യമെങ്കിലും മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വാക്ക് കോടതിക്ക് മുന്നിൽ വളരെ പ്രധാന ഒരു കാര്യമായി കോടതി ഈ വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കോടതിയിൽ മഞ്ജു നൽകിയ മൊഴി എന്താകുമെന്ന് എല്ലാവർക്കും ആകാംക്ഷയുള്ളതാണ്. അതായത് 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ദിലീപ് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായി പുറത്തു പോയപ്പോൾ ദിലീപിൻ്റെ ഒരു പഴയ ഫോൺ അവിടെ മറന്നു വെച്ചു പോകുന്നു. ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു വാര്യർ കാണുന്നു. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു.
ആ മെസ്സേജിൽ കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. കാവ്യ മാധവൻ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് കഴിയുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരം മെസ്സേജുകൾ അയച്ചിരിക്കുന്നത്. ദിലീപും കാവ്യയുമായി അരുതാത്ത ബന്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന മെസ്സേജായിരുന്നു അത്. പുറമെ കാവ്യയുടെ ഭർത്താവുമായി ഒരിക്കലും അവൾക്ക് മുന്നോട്ടു പോവാൻ പറ്റില്ല എന്ന അർത്ഥത്തിലും ദിലീപിനെ മറക്കാൻ പറ്റുന്നില്ല എന്നും തന്നെ സഹായിക്കണം എന്ന അർത്ഥത്തിലൊക്കെയുള്ള മെസ്സേജായിരുന്നു അത്. കൂടാതെ ഒട്ടനവധി കുൽസിത സംഭാഷണങ്ങളും മഞ്ജു വാര്യർ അവിടെ കാണാനിടയായി. ഇതെല്ലാം കണ്ട് മഞ്ജു വാര്യർ ഞെട്ടിപ്പോകുകയാണ് ചെയ്തത്. തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട്, അതും തൻ്റെ ഉറ്റ സുഹൃത്തായ കാവ്യ മാധവനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഏത് സ്ത്രീ ആയാലും ഞെട്ടിത്തെറിച്ചു പോകും. ആ സമയത്തൊക്കെ മഞ്ജുവും കാവ്യയുമായി നല്ല അടുപ്പമുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്ന് ഒരു തരത്തിലും മഞ്ജുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ധാരണ പോലും അവൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താൻ കണ്ടുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ അതിനെല്ലാം തെളിവുകളാണ്. തൻ്റെ ഭർത്താവ് തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അടർത്തി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ സംശയം തോന്നാനുള്ള ആദ്യപടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു സ്ത്രീക്ക് അയച്ച മെസ്സേജുകളും സംഭാഷണവും നേരിട്ട് കേട്ട മഞ്ജുവിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? അത്തരത്തിൽ വേദനിപ്പിക്കുന്ന, സംശയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവർ അതിൽ കണ്ടത്. തുടർന്ന് ആ ഷോക്കൊന്ന് മാറിയപ്പോൾ തന്നെ തൻ്റെ ഭർത്താവിനെ മഞ്ജു വാര്യർ വിളിക്കുന്നു. തുടർന്ന് ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയപ്പോൾ മഞ്ജു ആദ്യം വിളിച്ചത് തൻ്റെ ഭർത്താവിനെ തന്നെയാണ്. പക്ഷേ ഷൂട്ടിംഗ് തിരക്കിലാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ദിലീപ്. തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിലുണ്ടായിരുന്നു. കാവ്യ മാധവനുമായി സംസാരിക്കുന്നു. പക്ഷേ കാവ്യം ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെയാണ് മഞ്ജു വാര്യർക്ക് തോന്നിയത്. ഇതിൽ നിന്നും തൃപ്തിയാവാതെ വന്നപ്പോൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാവ്യയുടെ അമ്മയുമായി സംസാരിക്കുന്നു. കാവ്യയുടെ അമ്മ തന്നെ കാവ്യയും ദിലീപുമായിട്ടുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവെച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ദിലീപുമായിട്ടുള്ള ബന്ധത്തെ തുടർന്ന് തങ്ങളുടെ മകളുടെ ഇപ്പോഴത്തെ കുടുംബജീവിതം തകരുമോ എന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു. അന്ന് നമുക്കറിയാം കാവ്യ മാധവൻ്റെ വിവാഹം 2009 കഴിഞ്ഞത്. ഈ 2009 മുതൽ കാവ്യ മാധവൻ ഭർത്താവിനോടൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സമയത്ത് പോലും ദിലീപിനോടുള്ള ബന്ധം കാവ്യ മാധവൻ തുടർന്നിരുന്നു. മഞ്ജു വാര്യർ അമ്മയെ വിളിക്കുന്ന സമയത്ത് കാവ്യ മാധവൻ ഭർത്താവുമായി ചില്ലറ പ്രശ്നങ്ങൾ കാരണം വീട്ടിലുണ്ട്. അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ മകളെ പറഞ്ഞു മനസ്സിലാക്കി ഭർത്താവിൻ്റെ കൂടെ അയച്ചുകൊള്ളാമെന്നും ആ അമ്മ അവർക്ക് വാക്കുകൊടുക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ മകളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഭർത്താവിൻ്റെ കൂടെ വിട്ടു എന്ന കാര്യവും മഞ്ജു വാര്യരെ അറിയിച്ചിരുന്നു. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും റിമി ടോമിക്കും ഈ അതിജീവിതക്കും അറിയാമെന്നുള്ള കാര്യം അറിയിച്ചതും കാവ്യയുടെ അമ്മയാണ്. PWD 36, പ്രോസിക്യൂഷൻ വിറ്റ്നസ് 36 എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് മഞ്ജു തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 35 സംയുക്ത വർമ്മ 15. അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ്. തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ്. 2012 ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ, അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിലെത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് PWD 1, അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ വളരെ ഇമോഷണലായിട്ട് നടി പ്രതികരിക്കുകയാണ്. തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു. പക്ഷേ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. മഞ്ജു വാര്യരുടെ വിഷമം കണ്ടപ്പോൾ നടിയുടെ മാതാപിതാക്കൾ ഇതിൽ ഇടപെടുകയാണ് ഉണ്ടായത്. പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് നടി
തനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ മഞ്ജു വാര്യറിനോടും ഗീതു മോഹൻദാസിനോടും സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത്. പിന്നീട് സംയുക്ത വർമ്മയുടെ വീട്ടിലേക്ക് പോകുകയും വൈകുന്നേരം വരെ അവിടെ ചിലവഴിക്കുകയും ചെയ്തു. സംയുക്ത വർമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് കാവ്യ മാധവന്റെ അമ്മയെ വിളിക്കുന്നത്. ഈ കാര്യം കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ്. ഈ കാര്യങ്ങളും തൻ്റെ വിഷമങ്ങളുമെല്ലാം അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യയുടെ അമ്മ പറയുന്നത്, കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി, താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ. എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യമൊരുക്കി. പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി. അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ചു പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിന് 2 ദിവസത്തിന് ശേഷം ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഈ കാര്യം മഞ്ജു വാര്യർ ദിലീപിനോട് ചോദിക്കുന്നു. എന്നാൽ ദിലീപ് ഇതിനെ മുന്നേ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല, കാവ്യ ഒരു പൊട്ടി, അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ്. അതായത് ഒരു ബാല സ്വഭാവമൊക്കെയുള്ള കുട്ടിയാണ്. അവൾ പറയുന്ന കാര്യങ്ങളും മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊന്നും ഗൗരവമായിട്ടെടുക്കേണ്ട. വളരെ അലസ്യമായ ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയായിരുന്നു ദിലീപിൻ്റേത്. ഇതിനിടയിലാണ് ഇരയാക്കപ്പെട്ട നടിയുമായിട്ടുള്ള കാവ്യയും തനിക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജു വാര്യരുമായിട്ടുള്ള സംസാരം ദിലീപ് അറിയുന്നത്. അതായത് താനും കാവ്യയുമായിട്ടുള്ള ബന്ധം അറിയിച്ചിരിക്കുന്നത് അതിജീവിതയാണെന്ന് ദിലീപ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതയോട് ദിലീപിന് നല്ല പകയുണ്ടായിരുന്നു. പക്ഷെ താൻ നടിയുമായി ബന്ധപ്പെട്ട ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ദിലീപ് നടിച്ചിരിക്കുന്നത് ഈ നടി പറഞ്ഞിട്ടാണ്, ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത്. അത് ദിലീപ് ഇനി ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരു വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ദിലീപും മഞ്ജുവുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, ദാമ്പത്യ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു. ദിലീപുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരുന്നു. തുടർന്ന് അത് പിന്നീട് ഇവർ മഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് ദിലീപും മഞ്ജുവും തമ്മിലുള്ള വിവാഹബന്ധം, വിവാഹമോചനം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാവുന്നതും മറ്റും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി അതിജീവിതയാണ് ഈ ബന്ധം തകർത്തത് എന്ന ബോധം മൂലമാണ് ദിലീപിലുണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചനയ്ക്ക് നയിച്ചത് എന്ന വളരെ കൃത്യമായ മൊഴിയാണ് മഞ്ജു വാര്യർ നൽകിയത് എന്നുള്ളതാണ് അഭിഭാഷക ഈ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രേക്ഷകരോട് ബോധിപ്പിച്ചിട്ടുള്ളത്.